മിനിസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഏതെങ്കിലും മിനിസ്റ്റർമാര് പറഞ്ഞ സമയത്തിന് വന്നിട്ടുണ്ടാ? ഞങ്ങൾ ആഭ്യന്തരമന്ത്രി കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലെന്താ നിരുത്തരവാദിത്വം അടിച്ച ഷേപ്പ്. നിങ്ങളൊന്ന് മിണ്ടാതിരി, മിനിസ്റ്റർ വരുന്നുണ്ട്. നമസ്കാരം. നന്ന പാർട്ടി ഓഫീസോ? ഇവിടെ മാതിരി ഇടപാടൊന്നും വേണ്ട. എവിടെ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാതെ അവിടെ വന്നതന്നെ. സാർ വേണം. ഈ പൂ നീർത്തോ? മിനിസ്റ്റർ വല്ലാതെ ക്ഷീണിച്ചു പോലോ. അതെങ്ങനെ? ഈ കസാല നിലനിർത്താനുള്ള പെടാപ്പാടിനിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന ഒരു ഭരിക്കാൻ വരെ മറന്നോളൂ. ഞങ്ങൾ കോഴിക്കോട്ടുകാരാ. കോഴിക്കോട് മലപ്പുറം ഇപ്പൊ വലിയ വ്യത്യാസമുണ്ടോ? ഒത്തിരി ഉള്ളവരായിട്ട് ഓടിക്കുന്നുണ്ട്. എന്നെ വെറുതെ ഓടിക്കരുത്. കേട്ടിരുന്ന ഈ കുള്ളൻ എന്നെ അകത്തേക്ക് കടത്തി വിട്ടില്ല. എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. കുറെ ഇയാൾ ഓടി. പർമ്മത്തേക്ക് കയ്യറോ ഇങ്ങോട്ട് മാറിക്കേ. അകത്തെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാ രുദ്രൻപിള്ള. ഏത് രുദ്രൻപിള്ള? അയ്യോ, കണ്ടശാങ്കടവ് സ്കൂളിൽ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രൻപിള്ള. ഉച്ചക്കഞ്ഞി രുദ്രൻപിള്ള. ഓ, രുദ്രൻ, കഞ്ഞി രുദ്രൻ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു MLA എങ്കിലാവായിരുന്നു. എന്തേ അങ്ങത്തെ അന്ന് അതൊക്കെ ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടെന്ത് ഫലം? തോന്നുന്നത് തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. പോളിടെക്നിക് അതേതോ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. ഞാൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക. ഇപ്പോഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ? അതങ്ങനെ ഇലക്ഷന് 2 വോട്ടിന് ജയിച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വലിയ കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടാണ്. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ക്ഷീണിതനാണ്. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കും ഇവിടെ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയിട്ട് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. എന്റെ മുറി മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരൻ വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരനും കയറില്ലേ? എക്സ്ക്യൂസ് മീ. നമ്മളിവിടെ ഉള്ള കാര്യം ഏത് തെണ്ടിയോട് അയാളോട് പറഞ്ഞു? നീയാണോ? ഈ ഭൂതത്തിന് ഇവിടെ ഇപ്പോഴാ കിട്ടിയത്. ഇത് മിസ്റ്റർ ഭദ്രൻപിള്ള. രുദ്രൻപിള്ള. സോറി, രുദ്രൻപിള്ള, പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാർ ഒരു പോലീസുകാരനാണെന്ന്. 2 ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രൻപിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അയാള് സമ്മതിച്ചു. അത് വേണോ? സാറിന് ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പം നേരം വെളുക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. അല്ല KP നായർ, സീ ഫുഡ് എക്സ്പോർട്ടറാ. ഞാൻ പാർട്ണറാ ഡാനിയൽ MD. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരനാ. അതെന്താ മിസ്റ്റർ രുദ്രൻപിള്ളേ? 2 കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് രുദ്രൻപിള്ള ഇവിടുന്ന് മടങ്ങൂ. സാഹചര്യം മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ 2 ചെറുപ്പക്കാർ. അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രൻപിള്ളേ? മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രൻപിള്ള മിസ്റ്റർ, ഇതിലും വലിയ എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി പോട്ടെ.
ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിയിട്ട് രക്ഷപ്പെട്ട അവന്മാര് വെറുതെ വിടില്ല ഞാൻ. പഴങ്കാനും അവന്മാര് എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത് ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. സാരമില്ല, രുദ്രൻപിള്ള യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, പോയൊന്ന് കുളിക്ക്, ഒന്ന് ബസ്സായിട്ട് വരും. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, നല്ല അസല് ചൂടുകളുണ്ട്. പോയി കുളിക്ക. എവിടെയാ കുളിമുറി? പോയിക്കോളൂ. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി, ഞാൻ വകയ്ക്കുള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർമാർ രഹസ്യം പറഞ്ഞത്? I am a sincere man, police, no? പോയി കുളിച്ചോളൂ. You go, man. 1 minute, 2 minutes. ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. പോയി കുളിക്കും, മിസ്റ്റർ രുദ്രൻപിള്ള. Please take your bath. എന്റെ ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളി ആയിരിക്കണേ. അയ്യോ, എന്നെ ആൾമാരായിട്ട് എന്താ നായർ? എന്ത് പറ്റി? അവനെ കൊല്ലണം, അല്ലെങ്കിൽ തന്നെ നായർ. എന്താ പറ്റിയത് പറയൂ. മിസ്റ്റർ നായർ, മിസ്റ്റർ നായർ. Hi. Good morning. Hello, sir. Hello. I am Sundaresan Nair from Kalayananda God Farm, Bandra, Bombay. Pin code 400050. My telephone number is 67872. Another number 8767005. My pager number 8. Welcome, sir. Okay. Please come. Okay. Our luggage? Yes, It's okay. Friends, Yes, madam. ഒന്നിച്ചൊരു കുടുംബം പോലെ ഒരു ദിവസം നമ്മൾ ഇവിടെ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് നമുക്ക് പുതിയ 2 അംഗങ്ങളെ പരിചയപ്പെടാം. വെൽക്കം മിസ്സസ് ആൻഡ് മിസ്റ്റർ സുന്ദരേശൻ നായർ. എന്റെ ഭഗവതി, സന്യസിക്കാനെന്നും പറഞ്ഞു പോയ മനുഷ്യൻ ഇപ്പൊ പെണ്ണും കെട്ടി തിരിച്ചു വന്നിരിക്കുന്നു. ചേട്ടാ, എന്റെ സുന്ദരേശൻ ചേട്ടാ, ചേട്ടാ, എന്റെ ചേട്ടാ. ഇത് കോൾ ഹേ. ചേട്ടാ, ചേട്ടന്റെ പങ്കജവല്ലിയാ ഞാൻ, ചേട്ടന്റെ കുസുമവല്ലിയാ ഞാൻ. कौन वली, किस वली, कितना वली, हम आपके हैं कौन? खबरदार, समाजी. എന്റെ ഭഗവതി, എന്റെ ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? चुप पागल, डांदे. മേഡം, അടാവും തോന്നുങ്കോ. അടവോ? നിന്റെ അടവൊന്ന് എന്താ നിങ്ങളെ പ്രശ്നം? ഇതെന്റെ ഭർത്താവാ? അല്ല, എന്റെ ഭർത്താവാ. ഞാൻ ഇവരുടെ ഭർത്താവോ? ആരും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ, ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഇവിടെ ലാവിഷായിട്ട് കൂടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി ലാവിഷ. പക്ഷെ പാവം കോൺസ്റ്റബിൾ രുദ്രൻപിള്ള നമുക്ക് വരും ജയിലിൽ കിടന്ന് ഉണ്ട തിന്നിട്ടുണ്ടാവും. അത് വല്ലവരല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സുന്ദരി കോതല്ലേ, എല്ലാം നല്ലൊരു പിടി തന്നെ. എടാ, എനിക്കൊരു സംശയം. എന്നെ നമ്മൾ ഇന്നലെ കാറി കെട്ടിയ തള്ളയില്ലേ, അവരെന്തിനാ എപ്പോഴെന്തെങ്കിലും നോക്കുന്നത്? ഇനി അവർക്ക് നമ്മളെ മനസ്സിലായി കാണോ? മിസ്റ്റർ ദാനിയേൽ, ഒരു കിളിനാഥല്ലേ? എന്റെ അമ്മേ, ഇതേ ഉടക്കത്തള്ള. ഈ വൃത്തിയുടെ സ്ത്രീയാണോ? അയ്യോ. ഈ മുഖം, ഈ താടി, ഈ രൂപം തിരിച്ചറിഞ്ഞെന്നാ തോന്നണത്. അങ്ങനെ വന്ന ഞാൻ ഈ കൊരട്ടത്തള്ളയെ തട്ടും. അയ്യോ, അതൊന്നും വേണ്ട. അതിനു മുമ്പ് നമുക്ക് ഈ ഉണക്കത്തള്ളയുടെ കാല് പിടിക്കാം. പിടിച്ചോ.
എന്താ ഇത്? എഴുന്നേൽക്കൂ. ആ. എന്റെ പൊന്നു മാർഗരറ്റ് ആന്റി, ഞങ്ങളെ ചതിക്കരുത്. ഇതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എങ്ങനെ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ഞാനും അതേ അവസ്ഥയില. കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പിടിക്കപ്പെട്ടു. ആ സത്യം ഇനിയും മറച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും. ഇപ്പൊ തൊട്ടട്ടെ, തട്ടാൻ വരട്ടെ. മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ നായർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും മിസ്റ്റർ ഡാനിയലും തനിച്ചിരുന്ന് അല്പം സംസാരിച്ചോട്ടെ. വരൂ മിസ്റ്റർ ഡാനിയൽ. യെസ്. I have to have some sugar. അയ്യോ, ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. Wait a minute for 5 minutes. അതെ, അവര് മരിച്ചുപോയ ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാ. നമുക്കിവിടെ നിക്കണ്ടേ? ഇപ്പൊ ഒന്നും പൊളിക്കാൻ പോണ്ട. പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്താവശ്യപ്പെട്ടാലും നീ ഒന്ന് വഴങ്ങി കൊടുത്തേക്കാ. കൊണ്ടുപോയി എൻജോയ് ചെയ്തോളൂ. കൊണ്ടുപോയിക്കോളൂ. ഞാനിതാ പോണേ. അതെ, ഒന്ന് പറഞ്ഞോട്ടെ. എന്താ? ഇവിടത്തെ രീതികളിൽ എനിക്ക് വലിയ കംപ്ലൈന്റ് ഉണ്ട്. പറയൂ. അതായത് ഈ പെണ്ണുങ്ങൾ മുകളിലും ആണുങ്ങൾ താഴെ. വാട്ട്? അല്ലെ, മുറികളുടെ കാര്യത്തില് അത് ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. എന്താ കുഴപ്പം? ഇവിടെ ഞങ്ങള് വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒന്നിച്ചു കഴിയുന്ന എന്താ കുഴപ്പം? കുഴപ്പം ഇവിടെയല്ല, നിങ്ങൾക്കാ. അത് ഞാൻ വന്നപ്പോ തൊട്ടേ നോട്ട് ചെയ്യുന്നുണ്ട്. വയസ്സ് കുറെ ആയല്ലോ മുത്തച്ഛ, ഇനിയും വേണോ ഈ ഇളക്കം? ഇനി എന്തെങ്കിലും കുഴപ്പം കാണിച്ചു എന്നറിഞ്ഞ അന്ന് ഞാൻ ആക്ഷൻ എടുക്കും. കണ്ടോ? എന്താ മിസ്റ്റർ പാച്ചു? വരൂ വരൂ. എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? മിണ്ടരുത്, എനിക്ക് വട്ട. ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ കുന്നുകളെ. പിന്നെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കും. അതും ആരോടും പറയരുത്. പോയിക്കോ. എന്തിനാ അയാൾ വിളിച്ചോണ്ട് പോയത്? അയാളുടെ കെയർ ഓഫീസ് ഒന്നാമതൊരു പെണ്ണുണ്ട്, എനിക്ക് കൂടി അഡ്ജസ്റ്റ് ചെയ്യാന്ന് അയാൾ പറഞ്ഞു. എനിക്കും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാവോ? അങ്ങോട്ട് തന്നെ നേരിട്ട് ചോദിച്ചു. വാ, വരൂ വരൂ. എന്താ, ഫൽഗുനിന് മാത്രം പോരാ, എനിക്കും കൂടി ഒന്ന് തരണം. തരാമല്ലോ, എന്റെ കയ്യിൽ അത് ഇഷ്ടം പോലെയുണ്ട്. വരൂ, നടക്കൂ, വരൂ. എടാ ധർമ്മ, നീ അത് കണ്ടില്ലേ? കംപ്ലീറ്റ് കളേഴ്സ് അല്ലേ? കണ്ടിട്ട് എന്താ കാര്യം, നമ്മൾ ഈ ലഡാക്ക് കോലത്തിലായി പോയില്ലേ? എനിക്ക് അതിൽ ഒരെണ്ണത്തിന് ഭയങ്കര ഇഷ്ടായി. നിനക്കതിൽ ഒരു പീസല്ലേ ഇഷ്ടമായുള്ളൂ? എനിക്ക് ഇതിനകത്തുള്ള സകല പീസിനെ ഇഷ്ടമായി. പക്ഷെ ഈ മുടിഞ്ഞ മോന്തം വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ള കയറി പ്രേമിക്കാൻ. എടാ, അതിന് ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. അവസാനം നമ്മൾ പെരുവഴിയാവല്ലേ? നീ പെരുവഴിയിലായാലും ഞാനാവില്ല. ചെല്ല് ചെല്ല് ചെല്ല്. ഈ പിറ്റേ മറന്നേനെ. എന്താ, വലിയ തമാശയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. എനിക്കൂടി കേൾക്കാമോ? അങ്കിളിന് കേൾക്കാൻ പറ്റിയ കാര്യമൊന്നും അല്ലത്. വേണ്ടല്ലോ, നിങ്ങൾ കൂടി കേൾക്കാൻ പറ്റിയ കാര്യം ഞാൻ പറയാം. എന്താ അങ്കിളെ? മീരാതല്ലേ പേര്? അതെ. സുന്ദരിയാട്ടോ. എനിക്ക് വലിയ ഇഷ്ടമായി. ഈ അങ്കിൾ ഇത് എന്തൊക്കെയാ പറയുന്നത്? കല്യാണ കാര്യം. ഈ ക്യാമ്പിന് പുറത്തിറങ്ങിയാലുടൻ മീരയുമായിട്ടുള്ള കല്യാണം ഉടനങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. നോൺസെൻസ്. പൈസ പോകത്തിന് പറയുന്നു. ചൂടാവണ്ട. എനിക്ക് കല്യാണം കഴിക്കാനല്ല, എന്റെ മോന് വേണ്ടിയിട്ടാ. അങ്കിളിന്റെ മോൻ എവിടാ? നാട്ടിലാ. മെഡിസിന് പഠിച്ചോണ്ടിരിക്കുക അവൻ. ഈ വർഷം കഴിയുമ്പോ ഡോക്ടറാവും. സുന്ദരനാ കാണാൻ. എങ്കിലൊന്ന് വരാൻ പറയൂ, കാണാനോ. വരും വരും, അതിന് വഴിയുണ്ട്. അതിനു മുമ്പ് ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കോളൂ. അവൻ എവിടെ നോക്കട്ടെ? നല്ല രസമാണല്ലോ, ഹായ്, കൊള്ളാലോ. നോക്കിക്കേ. പൂടി
എന്താ ഇഷ്ടായോ? അവൾക്ക് ഇഷ്ടായി അല്ലേടി? കുട്ടി ഒന്ന് വന്നേ. എന്റെ മരുമോളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ലടി, നിന്റെ ഫാദറിലെ ആവുന്ന ആളല്ലടി. ചെല്ലടി. ആ കയ്യമ്മായി പെണ്ണെ. കുട്ടിയെ പോലൊരു പെൺകുട്ടിയെ എന്റെ ഭാര്യയായി കിട്ടിയ, അല്ല മരുമോളായി കിട്ടിയ ഞാൻ ഭാഗ്യവാനാ. വലിയ വീട്ടിലേക്ക് മരുമകളെ ചെല്ലുക എന്ന് പറഞ്ഞ എനിക്കല്ലേ ഭാഗ്യം? എങ്ങനെയുണ്ട് മിസ്റ്റർ ഡാനിയൽ, എന്റെ ഭാവി മരുമകൾ? സുന്ദരിയല്ലേ? നിനക്ക് രാജയോഗമാണടാ. നിനക്ക് വൃദ്ധയോഗം. വാ മോളെ, എന്റെ മോന്റെ ഹിസ്റ്ററി പറഞ്ഞു തരാം. മിസ്റ്റർ ഡാനിയേൽ. എന്തോ വരൂ ഡാനിയേൽ. അതെ, കല്യാണം കഴിക്കലേക്ക് നമ്മുടെ സുന്ദരേശ്വരെ പോലെ വേണം. ഒന്നല്ല രണ്ടല്ല മൂന്നല്ലേ കെട്ടിയിരിക്കുന്നത്. ഈ മൂന്നെണ്ണത്തിനല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. കഴകത്തിൽ ആട് വളർത്ത പോലെയല്ലേ എനിക്ക് ഭാര്യമാര്. ഓൾ ഓവർ ദി വേൾഡ് വൈറ്റ്സ് ആൻഡ് കുട്ടി. ഭാഗ്യവാനേ. ഇതിനൊക്കെ എങ്ങനെ ചെലവിന് കൊടുക്കും? രാജസ്ഥാൻ മരുഭൂമിയിലും എവറസ്റ്റ് കൊടുമുടിയിലും ആനകളെ പോലെ വളരുന്ന ആടുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഡ്രാഫ്റ്റ് അയക്കുന്ന നിങ്ങളെ പോലുള്ളവരുള്ളപ്പോ ഈ സുന്ദരേശന്റെ കഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഓപ്പൺ ആയിട്ട് മോഷ്ടിക്കുമ്പോ ഇയാള് കൂപ്പൺ അടിച്ച് മോഷ്ടിക്കുന്നു. മോഷണോ? ആര് മോഷ്ടിച്ചു? എന്താ മോഷ്ടിച്ചേ? മിസ്റ്റർ ഡാനിയൽ പറഞ്ഞത് സ്ത്രീകളുടെ മനസ്സ് മോഷ്ടിക്കുന്ന കാര്യമാണ്. ഹാർട്ട് പിന്നെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ മലനിവാസികളുടെ നഗ്ന നൃത്തം കണ്ടിട്ടുണ്ടോ? ഇവിടെ അടുത്ത ഇത്തവണ അത് കാണാനാ ഞാൻ വന്നിട്ടുള്ളത്. എപ്പോഴാത്? പൗർണമിയുടെ അന്ന് രാത്രി 12 മണിക്കാ നൃത്തം നടക്കുന്നത്. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പൗർണമി ഉണ്ടോ? ഉണ്ടല്ലോ, പക്ഷേ അന്ന് രാത്രി ആരും അറിയാതെ നമ്മൾ വെളിയിലിറങ്ങണം. അയ്യോ, ആ വാച്ച്മാൻ വിടില്ലല്ലോ. വാച്ച്മാന്റെ എസ്കോട്ടോട് കൂടിയാണല്ലോ സ്വാമി നഗ്നനൃത്തം കാണാൻ പോകുന്നത്. മധുരയാണല്ലോ സ്വാമി, മധുര. എനിക്ക് പനി ഉണ്ടോ എന്നൊന്ന് നോക്കൂ. പനി എന്താ? എനിക്ക് സങ്കടം. ഇത് വലിയ ശല്യമായല്ലോ. എന്തിനാ സങ്കടമാവുന്നേ? എന്റെ അമ്മ ചെറുപ്പത്തിൽ എന്നെ താരാട്ടുപാടി ഉറക്കുമായിരുന്നു. അമ്മ പോയി. എവിടെ പോയി? ചത്തുപോയ പട്ടി. വെറുതെ അല്ല, അവര് നേരത്തെ പോയത്. ഞാനോ? കത്തി എടുക്കുന്നു. വേണ്ടാവേ, അതിനു മുമ്പ് ഞാൻ ഈ വട്ടനെ എടുത്തോളാവേ. എടുത്തോളാം. ആ കറിക്കും. എനിക്ക് താരാട്ടുപാട്ട് കേൾക്കണം. ഓമാന തിങ്കൾ കിടാവോ പാര പാരിൽ പാടി ഞാൻ നിന്നെ ഉറക്കാം. ഇതൊരു കുരിശായല്ലോ. എന്തായി ഫൽഗുനൻ സാറേ? അണ്ണാക്ക് കൊള്ളുന്ന കാലത്താരിച്ച് ചമ്മന്തി ഉണ്ടാക്കാൻ ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? കൊന്നുകളയാൻ എന്നെ തൊടാൻ കിട്ടില്ല, എന്നെ തൊടാൻ കിട്ടില്ല. ഒട്ടകത്തെ കെട്ടിച്ചു, കിട്ടിയവനെ തട്ടിച്ചു. ഒട്ടകത്തെ കെട്ടിച്ചു. ഈ വരകളൊന്ന് വെളിയിൽ പോകരുത്. ഒട്ടകത്തെ കെട്ടിച്ചു. മുക്കാല മുക്കാല ലൈല മുക്കാല. ആത്മഹത്യ മാരുതി ജിപ്സി തന്നെ വേണമായിരുന്നു അമ്മവാ.
ലേശം തെറ്റിയായിരുന്നെങ്കിലേ ഇറച്ചിയിൽ മണ്ണായനെ. വീട്ടിൽ നിന്ന് പറഞ്ഞാണോ പോന്നെ? ഓ ആ പെമ്മിനെ പിടിക്കാൻ വരിക. കുർത്തിക്കേട് കാണിച്ചിട്ടുണ്ടാവും. നിന്റെ മോൻ തടിച്ച് സാറേ, ഞാൻ ആ ലേഡീസ് ഷോപ്പിന്റെ മുന്നിൽ കൂടെ വരുമ്പോ എന്നെ പിടിക്കാൻ ഈ പെമ്പിള്ളേര് പുറകെ ഓടി. പെമ്പിള്ളേര് പിടിക്കുന്നത് എന്തിനാ? കൊണ്ടുപോവാൻ. അയ്യേ, സോറി സാർ, ഇയാള് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം സാർ. രക്ഷിക്കണം സാർ. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഓടിക്കാൻ ഈ അമ്മാവനെ മാത്രമേ കിട്ടിയുള്ളൂ? ഈ നാട്ടിൽ വേറെ ആമ്പിള്ളേരും ഇല്ലേ? ഇയാൾക്ക് നല്ല സുഖമില്ല സാർ, മെന്റലി. ഇത് മെന്റലി അല്ല, ഫിസിക്കലി. അതിനുള്ള മരുന്നിനെ കളവൻ തന്നെ വേണോ? സാറേ ഞങ്ങൾ പറഞ്ഞു. ഒന്നും പറയണ്ട. ഛെ, നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേർ ഇങ്ങനെയായി പോലുള്ള ലേഡീസ് ഹോസ്റ്റലിലെ മതിലും ചാടി ഉള്ളിത്തൊപ്പിയൊക്കെ വെച്ച് ഈ കളവനെ പിടിക്കാൻ നടക്കുക. അയ്യോ സാർ, ഇയാള് പറയുന്ന കള്ള. ഞങ്ങളുടെ ലവ് ലാൻഡിലെ. അതെ, ലൗലാൻ. ലൗലാൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രേമ തീരം. എന്നിട്ട് പ്രേമിക്കാൻ കിട്ടിയത് ഒരു കിളവനെ. മിസ്റ്റർ, അനാവശ്യം പറയരുത്. അപ്പൊ അനാവശ്യം കാണിക്കല്ലേ? ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കണ്ട, ഇയാളെ വിട്ടുതരണം. വിട്ടുകൊടുത്താൽ എന്റെ ശവമായിരിക്കും ബാക്കി. എന്റെ ഭാര്യയും പിള്ളേര് അനാഥരാകരുത്. ലേശം അറിയുന്ന മോളെ, അല്ലെങ്കിൽ മുട്ടും. ഇയാളെ വിട്ടുതരാൻ പറ്റില്ല. മാത്രമല്ല, ഇയാളെ ഞാൻ കൊണ്ടുപോവാ. നിങ്ങൾ കാര്യം അറിയാതെ. അറിഞ്ഞിടത്തോളം ഒക്കെ മതി. പറയുന്നേ അമ്മ കയറി. അയ്യോ, പ്ലീസ്. നീ പറയില്ലേക്കടാ. അയ്യോ, അമ്മ അങ്ങനെ വയറിൽ മുട്ടാതെ അങ്ങനെ അറിയടേ. ഞങ്ങൾ സമ്മതിക്കില്ല സർ, പ്ലീസ്. സൈഡ് പ്ലീസ്. സർ, സർ, ഇയാളെ കൊണ്ടുപോയി നിങ്ങൾ അനുഭവിക്കുക സർ. സർ, 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 പ്ലീസ് സർ. ഇയാളെ കൊണ്ടുപോകണ്ട സാർ, കണ്ടിട്ട് അത്ര ചെയ്യാൻ തോന്നുന്നില്ല. എന്താ സർ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സർ. മോളെ, ഈ അമ്മാവന്റെ അടുത്ത് കളിക്കുന്ന പോലെ എന്റെ അടുത്ത് കളിക്കില്ലേ? 3-ാം മാസം പച്ചമാങ്ങയിലെ പുളി ചോദിക്കും. ഓ പോ. ഏതായാലും ആ പെമ്പിള്ളേരെ രക്ഷപ്പെട്ടു നന്നായി. സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പൊടി പോലും കാണില്ലായിരുന്നു. ഇങ്ങനെ ഉള്ളതിന്റെ പൊടി പോലും കാണാതിരിക്കുന്നത് നല്ലത്. എനിക്ക് ഈ ചെറുക്കന്റെ വർത്താനം തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഓട്ടെ അമ്മാവ, അവൻ അങ്ങനെയാ. നാട്ടിൽ നിന്ന് എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അമ്മ അയച്ചതാ. ഇപ്പൊ എന്റെ അച്ഛനാന്നാ അവന്റെ വിചാരം. ആ അതൊക്കെ പോട്ടെ. ചേട്ടൻ എവിടെയാ ഇറങ്ങേണ്ടത്? എന്റെ വീട്ടില്. വീട് എവിടെയാ? ഇവിടെ അടുത്താ. അടുത്തെന്ന് വെച്ചാ? തൃശ്ശൂര്. അയാൾ പോക്കാണെന്ന്. തുടങ്ങിയിട്ട് എത്ര നാളായി? 5-6 കൊല്ലമായി. ദേഹോപദ്രം ഉണ്ടോ? ഉണ്ടല്ലോ. പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടെണ്ണായുടെ വല്ലിലി ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടെണ്ണായുടെ വല്ലിലി ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവുമോ? ഇത് ആളെ കൊല്ലാനല്ലേ വരുന്നത്? നിങ്ങൾ തന്നെ ചെന്ന് അദ്ദേഹത്തെ അഴിച്ചെടുത്തോളൂ. വേണ്ട, രക്ഷപ്പെടുത്തി കൊണ്ടുപോയതല്ലേ, കൊണ്ടുപോക്കോളൂ. അയ്യോ, ഈ സാധനത്തിന് കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വരൂ നമുക്ക് പോ. ചതിക്കരുത്. ഇനി മേലിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റില്ല സിസ്റ്റേഴ്സ്. എന്തൊരു വീരവാദമായിരുന്നു. ഒരു രക്ഷകൻ. നിങ്ങളൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഈ കുട്ടിച്ചാത്താൻ ഒന്ന് കൊണ്ടുപോയി തന്നാ മതി. അഴിച്ചു വിടുകയല്ലേ? അഴിച്ചുവിട്ടോളൂ, അഴിച്ചുവിട്ടോളൂ. ആ ലോഡൊന്നും ഇറക്കിക്കോളൂ. വേഗം മോളും ചെല്ലേ. പെട്ടെന്ന് പെട്ടെന്ന്. ഇങ്ങോട്ട് വരണ്ട, എന്നെ അഴിച്ചു വിടണ്ട. സ്നേഹമില്ലാത്ത സാധനങ്ങൾ. പാടാം പാടാം ആരോമശേഖവക്ക് വട്ടുപിടിച്ച കഥകൾ. നിങ്ങൾ കൊട്ടുപിടിക്കില്ല, അങ്ങനെ വീരനായകനല്ലേ? ഓമലാതെ കണ്ടു ഞാൻ പൂനിലാവിൽ. ഹലോ, ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ചാടി പോവാണെങ്കിലേ പിടിച്ചേരാൻ എന്നെ വിളിച്ചാൽ മതി. ദിസ് ഇസ് മൈ അഡ്രസ്. വിജയകൃഷ്ണൻ, സൂപ്രണ്ട് ഓഫ് പോലീസ്, ഊട്ടി. ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യും. അതിനു മുമ്പ് അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി വന്നതാ. സീ യു, ബൈ.